ഇവിടെ പറഞ്ഞ പോലെ മാർക്സിസം ലെനിനിസം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം, ചരിത്രപരമായ ഭൗതികവാദം, ഇതെല്ലാം ഞങ്ങളെയെല്ലാം പഠിപ്പിച്ച ആളല്ലേ? ഇതാണോ വൈരുദ്ധ്യഭാവം? സ്വന്തം സഹോദരന്റെ രക്തസാക്ഷിത്തെ തള്ളിപ്പറയുക. കുറെ നാളായി സുധാകരൻ സഭ പ്ലാൻ ചെയ്ത് വരുന്ന പരിപാടിയാണ്. അതിന്റെ ഭാഗമാണ്. 75 വയസ്സ് പ്രായമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചു 75 വയസ്സ് പ്രായമായാൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നും മറ്റു ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവായി തുടർന്നും പാർട്ടിയെ സേവിക്കണം. ആ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് പറ്റില്ല. പുതിയ സഹാക്കൾക്ക് അവസരം കൊടുക്കണം. അങ്ങനെയല്ലേ ഒഴിവാക്കിയത്? 75 വയസ്സായില്ലെങ്കിൽ ഒഴിവാക്കുമോ? 75 വയസ്സായി ഒഴിവാക്കി വീട്ടിൽ വന്നു. പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി പറഞ്ഞു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുമായി സഹകരിച്ച് പ്രവർത്തിക്കണം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരൂ, ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ക്ഷണിതാമെന്ന് സഭ പങ്കെടുക്കൂ. അപ്പൊ ഇവരുടെമാരുടെ ഒന്നും കൂട്ടത്തിൽ ഇരിക്കാൻ നീ പറ്റില്ല, ഞാൻ വരില്ല. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഞങ്ങളൊരു ഓഫീസ് മുറി അദ്ദേഹത്തിന് വേണ്ടി തുറന്നിട്ടുണ്ട്. അദ്ദേഹം അവിടെ വരുമായിരുന്നു, ഒന്ന് പ്രവർത്തിക്കില്ലായിരുന്നു. അങ്ങനെ എല്ലാ രൂപത്തിലുള്ള മാന്യതയും അദ്ദേഹത്തിന് നമ്മൾ നൽകിയില്ല. എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുത്തില്ലേ പ്രവർത്തിക്കാൻ? ഇവിടെ നടന്ന എല്ലാ യോഗങ്ങളിലും സജീവമായി പങ്കെടുത്ത സഭയല്ലേ? സഭനെ എങ്ങനെ അവഗണിച്ചത്? സഭനെ ഏത് രൂപത്തിൽ അവഗണിച്ചു? നമ്മൾ എല്ലാ രൂപത്തിലും നമ്മൾ സാധ്യല്ലേ? പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം സഖാവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടൊന്നുമല്ല, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ CPIM ഇനി സ്ഥാനാർത്ഥിയാക്കി നിർത്തില്ല എന്ന് ബോധ്യം. ഇത്രയധികം നാൾ സ്ഥാനാർത്ഥിയായിരുന്ന ഒരാളെ ഇനിയും പാർട്ടി പരിഗണിക്കുമോ? അപ്പൊ പിന്നെന്താ? വീണ്ടും മത്സരിക്കണം. പാർലമെന്ററി വ്യാമോഹം അതിന്റെ കൊടുമ്പിരി കൊണ്ട് അദ്ദേഹത്തെ കീഴടക്കല്ലേ? പാർട്ടി മെമ്പർഷിപ്പ് അദ്ദേഹം പുതുക്കിയതാണ്. അദ്ദേഹം ബ്രാഞ്ചിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഒരു ബ്രാഞ്ച് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഞങ്ങൾ ഉണ്ടാക്കി, അഭിഭാഷകരുടെ ബ്രാഞ്ച്. ആ ബ്രാഞ്ചിൽ ഉൾപ്പെടുത്തി. അത് മതിയെന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ സ്ക്രൂട്ടണി യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, കാല് വയ്യാതിരിക്കുകയാണ്, പങ്കെടുക്കാൻ പറ്റില്ലെന്ന് അവരോട് പറഞ്ഞു. അസാന്നിധ്യത്തിൽ മെമ്പർഷിപ്പ് പുതുക്കി. ബ്രാഞ്ച് സെക്രട്ടറി കൊണ്ടത് ഫാറം കൊടുത്തു. ഫാറം പൂരിപ്പിച്ച് ലെവി അടയ്ക്കണം. അപ്പോഴാണ് പിറ്റേ ദിവസം ചാനലിൽ നമ്മൾ നോക്കുമ്പോൾ മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല. അങ്ങനെ മെമ്പർഷിപ്പ് പുതുക്കാതിരുന്നത് നന്നായി. ആ മെമ്പർഷിപ്പ് പുതുക്കിയിരുന്നെങ്കിൽ എന്റെ ജോലി കൂടിയാണ്, ഞാൻ പുറത്താക്കേണ്ടി വന്നേനെ. അതുകൂടെ കിട്ടി. ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വരും. അത്ര ഒരു ഗുണം ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് പുതുക്കുകയല്ല. മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടി മെമ്പർ അല്ലാത്ത ഞാൻ സ്വതന്ത്രനായി മത്സരിക്കും, അമ്പലപ്പുഴയിൽ മത്സരിക്കും. ഈ നിലപാട് സഖാവ് ജി സുധാകരൻ ജില്ലാ സെക്രട്ടറിയും ഞാൻ ഇങ്ങനെ ഒരു നിലപാടുമാണ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ജി സുധാകരൻ സഖാവ് എന്ത് സ്വീകരിക്കുമായിരുന്നു? എന്ത് നിലപാട് സ്വീകരിക്കുമായിരുന്നു?